മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഭാര്യ ബിന്ദു മേനോൻ. വാളകത്തെ വീട്ടിൽ ഗണേഷിനെ മോശം സാഹചര്യത്തിൽ കണ്ടെന്നും ഫോട്ടോ അടക്കം എല്ലാ തെളിവുകളും ഉണ്ടെന്നും ബിന്ദു മേനോൻ ആരോപിക്കുന്നു. പോലീസ് വന്നിട്ടും സംഭവത്തിൽ ഇടപെട്ടില്ലെന്നും ബിന്ദു പറഞ്ഞു. ഫോൺ പിടിച്ചു വാങ്ങാൻ മന്ത്രിയുടെ സ്റ്റാഫ് ശ്രമിച്ചപ്പോൾ മുൻ DGP R ശ്രീലേഖയെ വിളിച്ചെന്നും ബിന്ദു മേനോൻ വെളിപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉയരുന്ന ആരോപണം മാത്രമാണിതെന്നാണ് KB ഗണേഷ് കുമാറിന്റെ വാദം. സത്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ടതില്ല. പ്രണയം ഒരു കുറ്റമല്ല, തനിക്ക് 1,5000 പ്രണയമുണ്ടെന്നും ഗണേഷ് പറഞ്ഞു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഘട്ടത്തിൽ വിഷയം കത്തിച്ചു നിർത്താനാണ് പ്രതിപക്ഷത്തിന്റെ ശ്രമം. ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇപ്പോൾ ഉയർന്നു വന്ന ആരോപണം മറ്റൊരു സോളാർ കേസായി മാറുമോ? കുടുംബത്തിലെ 2 വ്യക്തികൾക്കിടയിലെ പ്രശ്നത്തിനപ്പുറം ഈ വിഷയത്തിൽ എന്താണ് പ്രസക്തി? കാണാം RDX. മന്ത്രി KB ഗണേഷ് കുമാറിനെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടെന്നായിരുന്നു ഭാര്യ ബിന്ദു മേനോൻ വെളിപ്പെടുത്തിയത്. ഇതിന്റെ തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും ബിന്ദു മേനോൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഗണേഷ് കുമാറിന്റെ സഹായികൾ തടഞ്ഞുവെച്ച് മൊബൈൽ പിടിച്ചുവാങ്ങാൻ ശ്രമിച്ചുവെന്നും ആരോപണമുണ്ട്. പോലീസിനെതിരെയും ഗുരുതരമായ ആരോപണങ്ങളാണ് ബിന്ദു മേനോൻ ഉന്നയിക്കുന്നത്. 112ലേക്ക് വിളിച്ച് പോലീസ് വന്നെങ്കിലും ഇത് ഞങ്ങളുടെ പരിധിയിൽ പെടുന്ന കാര്യമല്ലെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നുവെന്നും ബിന്ദു മേനോൻ പറഞ്ഞു. തനിക്കുണ്ടായ അനുഭവത്തിൽ നിയമപരമായി മുന്നോട്ടു പോകാൻ തനിക്ക് താല്പര്യമില്ലെന്നും ബിന്ദു വ്യക്തമാക്കി. വിഷയത്തിൽ പ്രതികരിക്കേണ്ട എന്നാണ് ആദ്യം കരുതിയതെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ തനിക്കെതിരെ പറഞ്ഞതുകൊണ്ട് എല്ലാം തുറന്നു പറയുകയാണെന്നും ബിന്ദു മേനോൻ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അലവലാതിത്തരങ്ങൾ വരുമെന്നും ഇതൊക്കെ താൻ പ്രതീക്ഷിച്ചതാണെന്നുമാണ് മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രതികരണം. വട്ടുമൂത്താൽ ആർക്കും അങ്ങനെ പരാതി പറയാമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. ഇതിനെയൊക്കെ ആരോപണങ്ങളായി മാത്രം തള്ളിക്കളയുന്നുവെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അപ്രതീക്ഷിതമായി വീണുകിട്ടിയ വിഷയം രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുകയാണ് പ്രതിപക്ഷം. ഗണേഷ് കുമാറിനെതിരെ KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് യദു കൃഷ്ണൻ പോലീസിൽ പരാതി നൽകി. RDX ന്യൂസ് മലയാളം. വാളകത്തെ വീട്ടിൽ മുൻകൂട്ടി അറിയിക്കാതെ എത്തിയപ്പോൾ ഗണേഷ് കുമാറിനെ മോശം സാഹചര്യത്തിൽ കണ്ടു എന്ന് ഭാര്യ ബിന്ദു മേനോൻ ആരോപിച്ചു. ഇതിന്റെ ഫോട്ടോകളടക്കം തെളിവുകൾ തന്റെ കൈവശമുണ്ടെന്നും ബിന്ദു പറഞ്ഞു. എന്നാൽ നിയമ നടപടികൾക്കൊന്നും താനില്ലെന്നും ബിന്ദു മേനോൻ വ്യക്തമാക്കി പ്രതികരണം. എനിക്കൊരു പേഴ്സണൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരുടെ വീട്ടിൽ അവരുടെ പേഴ്സണൽ ഡ്രൈവറോട് എൻ്റെ ഫോൺ പിടിക്കാനും എന്നെ പിടിച്ചു മാറ്റാനും എല്ലാം പറയുമ്പോൾ ഐ കോൾ മൈ സിസ്റ്റർ ഇൻ ലോ. ഇനി എനിക്ക് ആരുടെയും പ്രൊട്ടക്ഷൻ ഒന്നും ആവശ്യമില്ല. എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ആൻഡ് ഐ ഹാവ് മൈ ഫാമിലി. ഐ ഡോണ്ട് നീഡ് എനി പ്രൊട്ടക്ഷൻ ഫ്രം ദി പോലീസ് ഓർ എനിവൺ. ഞാൻ അതിന് കേസിന് പോകാനോ ഒന്നിനും പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലമായപ്പോൾ വ്യാജ പ്രചാരണവുമായി ഇറങ്ങിയിരിക്കുന്നു എന്നാണ് മന്ത്രിയുടെ പ്രതിരോധം. സത്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടേണ്ടതില്ലെന്നും പ്രണയം ഒരു കുറ്റമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് 1,5000 പ്രണയമുണ്ടെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു. ഗണേഷ് കുമാറിന് 1,5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. പ്രണയം ഉണ്ടാവും. പുനത്തിൽ കുഞ്ഞബ്ദുള്ള പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. രാജീവ് ഗാന്ധി പ്രണയിച്ചാണ് കല്യാണം കഴിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് പ്രണയം ഉണ്ടായിരുന്നു. ചൂടുള്ള പ്രണയമാണ് ആവശ്യമെന്ന് ഏറ്റവും മലയാളം ബഹുമാനിക്കുന്ന മാധവിക്കുട്ടി, ആ അമ്മ കമലാസുരയ്യ മരണം വരെയും പറയുന്ന ഒരു സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമാണ്. 112ലേക്ക് വിളിച്ചിട്ട് പോലീസ് വന്നതല്ലാതെ ഇടപെട്ടില്ല എന്ന ആക്ഷേപം ഉയർത്തിയാണ് പ്രതിപക്ഷ നേതാവ് സർക്കാരിനെ വിമർശിച്ചത്. 5000 പ്രണയം എന്നത് വ്യക്തിപരമായ കാര്യമാണെന്നും സതീശൻ പറഞ്ഞു. ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് ജബി മേത്തർ MP പറഞ്ഞു. ഒരു സ്ത്രീ വിളിച്ചല്ലോ, ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അവരെ ആക്രമിക്കുകയാണ്. മുറിയിൽ അടച്ചു പൂട്ടിയിട്ടിട്ട് അവരുടെ നിന്ന് ഈ ഫോൺ തട്ടിപ്പറിക്കുകയാണ്. അവർ പോലീസിനെ വിളിക്കുകയാണ്. പോലീസ് വരികയാണ്. വന്നിട്ട് പോലീസ് എന്ത് ചെയ്തു? അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടത്തിയ. പിന്നെ എന്തു പോലീസാണ്? മന്ത്രി ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണം. ഈ പറഞ്ഞ പരാതിയിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകണം. വിഷയത്തെപ്പറ്റി തനിക്ക് അറിയില്ലെന്നായിരുന്നു CPIM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. സംഭവത്തിൽ പാർട്ടി സംസ്ഥാന ഘടകം പ്രതികരിക്കുമെന്ന് MA ബേബി പറഞ്ഞു. ഇത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമല്ല. ഈ പറഞ്ഞതെല്ലാം ഇപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. കേരളത്തിലെ ചുമതലപ്പെട്ട ആളുകൾ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കും. ഗണേഷ് കുമാറിനെതിരെ രൂക്ഷ വിമർശനവുമായി 3 ബലാത്സംഗ കേസുകളിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും രംഗത്തെത്തി. ഊരും പേരും ഇല്ലാത്ത മെയിലിന്റെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്ത പോലീസ് ഗണേഷ് കുമാറിനെ എപ്പോഴാണ് അറസ്റ്റ് ചെയ്യുകയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചോദ്യം.
താങ്കൾക്ക് എന്ത് ധാർമ്മികതയാണ് ഇതിൽ അഭിപ്രായം പറയാൻ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉത്തരം നൽകിയതുമില്ല. ഒരു മെയിലിലൂടെ ഊരും പേരുമില്ലാത്ത ആരുടേതാണെന്ന് പോലും അറിയാത്ത മെയിലിലൂടെ SIT രൂപീകരിച്ച് അന്വേഷണം നടത്തി ഒരു ഹോട്ടൽ വളഞ്ഞ് ജനപ്രതിനിധിയെ അറസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കേരള പോലീസിന് നേതൃത്വം കൊടുക്കുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ചോദിക്കാനായിട്ടുള്ളത്, അങ്ങയുടെ ക്ലിഫ് ഹൗസിനോട് വളരെ അടുത്ത് താമസിക്കുന്ന ശ്രീ KB ഗണേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ അങ്ങയുടെ പോലീസ് എപ്പോഴാണ് പുറപ്പെടുക? ഒരു ധാർമ്മികത, താങ്കൾ സമാനമായ ഗുരുതര ആരോപണം നേരിടുന്ന ആളാണ് താങ്കൾ. അല്ല, ശ്രീ KB ഗണേഷ് കുമാർ, ഇത് നായകരൻ തന്നെയാണ്. ശ്രീ KB ഗണേഷ് കുമാർ അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചിരുന്നോ? എപ്പോൾ ചോദിച്ചു? ആ ചോദ്യം ഒന്ന് കാണിക്കട്ടെ. ഈ വിഷയത്തെ പറ്റി പറയാം. ആ വിഷയം താങ്കൾ ഒത്തിരി ചർച്ച ചെയ്താണല്ലോ, താങ്കൾ ചർച്ച ചെയ്തു. സനീഷ, ആരോപണം, പ്രതിരോധം ഒക്കെ വരുന്നുണ്ട്. ഇതൊരു തെരഞ്ഞെടുപ്പ് കാലവുമാണ്. എങ്ങനെ കാണുന്നു സനീഷ് ഇതിനെ? ഇതിപ്പം ശ്യാമലി, നമുക്കതൊരു ഗണേഷ് കുമാർ ഉദ്ദേശിക്കുന്നത് പോലെ ഇതൊരു ചെറിയ നിസ്സാരമായിട്ടുള്ള വിഷയമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന വിഷയമല്ല. അതാദ്യം തന്നെ പറയട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പരാതിക്കാരിയുണ്ട്. പോലീസിൽ പരാതിയൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നവർ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ഇപ്പോൾ 5000 പ്രണയമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത് ഉണ്ട് എന്ന് സമ്മതിച്ചോട് കൂടിയിട്ട് ഈ 5000 പ്രണയമുള്ളതിൽ ഏതോ ഒരു പ്രണയം ഇവർ കാണുകയും അവരൊരു ഭാര്യ എന്ന നിലക്ക്, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണല്ലോ, ഗണേഷ് കുമാറിൻ്റെ ഭാര്യ എന്ന നിലക്ക് അവർക്ക് ഹൃദയവേദന ഉണ്ടാവുകയും ചെയ്തു. അതൊരു പരാതിയായിട്ട് അവർക്ക് വന്നു. അതൊരു പ്രശ്നമാണ് എന്നവർക്ക് ബോധ്യമുണ്ട്. അവരത് ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു, മുൻ പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു, അവരുടെ ബന്ധുവിനോട് വിളിച്ച് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ അവർ സമ്മതിച്ചാണല്ലോ. അപ്പോൾ അവിടെ സംസ്ഥാനത്തെ മന്ത്രിക്കെതിരെ ഒരു കുഴപ്പമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയത്തിലുള്ള ഇതില്ല. കാരണം അതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാറുകയും കൂടെ ചെയ്തല്ലോ. ഇപ്പോൾ വ്യക്തിപരമായിട്ട് എനിക്ക് 5000 പ്രണയമുണ്ട് അല്ലെങ്കിൽ 55,000 പ്രണയമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ചില വർത്തമാനങ്ങളെ നമ്മൾ ആ നിലക്ക് തള്ളിക്കളഞ്ഞാൽ മതി. എന്തിനാണ് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കുന്നത്? പക്ഷേ ഇതിങ്ങനെ പറയുകയും രാഷ്ട്രീയ കേരളത്തിൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറയാനായിട്ടെങ്കിലും CPIM എന്ന കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ തന്നെ വന്നിട്ട് ഇതിനോട് പ്രതികരിച്ചു. എനിക്കൊന്നും പറയാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്, പക്ഷേ പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തോട് സംസാരിച്ചു. പിന്നെ മറ്റേ ആളുകളെ കാര്യമായിട്ട് തള്ളിക്കൊടുക്കേണ്ട, ഇത് തള്ളിക്കളയേണ്ട ആളാണ്, അയാളെ ഇവിടെ കൊണ്ട് കൊടുക്കേണ്ട കാര്യം തന്നെ ഉണ്ടായിരുന്നില്ല. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അത് ഈ പറയുന്ന പോലെ അതൊരു കാര്യമായിട്ടുള്ള സംഭവമാണ്, രാഷ്ട്രീയ പ്രശ്നമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗണേഷ് കുമാർ ഇങ്ങനെ ഇതൊരു പ്രശ്നമാകുന്നതെന്ന് വെച്ചാൽ, പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിനകത്ത് നേരത്തെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പക്ഷേ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ആ ഗണേഷ് കുമാറിൻ്റെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിലെ വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളായിട്ട് മാറിയതാണ്. പിന്നെ അക്കാലത്തൊരു മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കുറേയേറെ കുഴപ്പങ്ങളുണ്ടായതാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അതിപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മളായിട്ടെടുത്ത് ഇതിപ്പോൾ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. ഒരുപാട് വലിയ കേസാണ്, നമുക്ക് സമയം കിട്ടാത്ത വിധം ഒരുപാട് കുഴപ്പങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇത് ഒരാൾക്ക് പിന്നെ ഒരുപാട് ആളുകളെ പ്രേമിക്കണമെന്ന് തോന്നുന്നതിൽ അത് എൻ്റെ തോന്നലിൽ ഇപ്പോൾ 5000 ആളുകളെന്നൊക്കെ അയാൾ മന്ത്രി വെറുതെ പറഞ്ഞായിരിക്കും. പക്ഷേ എന്നാലും ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക്, എനിക്ക് കുറേ ആളുകളുമായിട്ട് പ്രണയമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു മാനസിക പ്രശ്നമുള്ള ആളുകൾ പറയുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വിവാഹം എന്ന് വെച്ചാൽ ഒരാളും തമ്മിലുള്ളൊരു അഗ്രിമെൻ്റാണ്. അത് ഒരു കരാറാണ്. ഇപ്പം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ കീഴിൽ, ഭരണഘടന കീഴിൽ എഴുതപ്പെടുന്നൊരു കരാറാണ്, വ്യക്തിപരമായിട്ടൊരു കരാറാണ്. ആ കരാറിനകത്ത് മറ്റു ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പരാതിപ്പെടാൻ പോയ അവരെ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു. അവരെ പോലീസ് വേണ്ട രീതിയിൽ സ്വീകരിച്ചില്ല. എനിക്ക് ഇനി ആരുടെ പ്രൊട്ടക്ഷൻ ആവശ്യമില്ല എന്നാണല്ലോ അവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഇനി ഞാൻ പരാതി റിട്ടേണായിട്ട് കൊടുക്കുന്നില്ല എന്ന് പറയുന്നിടത്തോളം ആ ഒരു സുരക്ഷ ഇദ്ദേഹത്തിനുണ്ട്, ഗണേഷ് കുമാറിനുണ്ട്. പക്ഷേ ആ പ്രശ്നമുണ്ട് എന്നവർ പറഞ്ഞു കഴിഞ്ഞു. അത് പറഞ്ഞത് ഇദ്ദേഹം എനിക്കിങ്ങനെ 5000 പ്രണയമുണ്ട് എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ആ പ്രശ്നം അവർ ഉന്നയിച്ച കാര്യം സത്യമാണെന്ന് തെളിയുകയും ചെയ്തു. അതായത് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എന്നെ അങ്ങനെ കണ്ടിട്ടില്ല, അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയല്ല ചെയ്തിരിക്കുന്നത്. എൻ്റെ വീട്ടിനകത്ത് തന്നെയാണ് എനിക്ക് പ്രശ്നക്കാരുള്ളത്, എനിക്കിങ്ങനെ പ്രണയങ്ങളുണ്ട്. പ്രണയമില്ലാത്ത ആളുകൾ ആരാണ്? മാധവിക്കുട്ടി അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്, ഈ എന്താണ് പുനത്തിൽ കുഞ്ഞത്തുള്ള ഇങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. സാഹിത്യത്തിൽ അങ്ങനെ പല കാര്യങ്ങൾ എഴുതുമല്ലോ. എന്ന് വെച്ചിട്ട് അങ്ങനെയാണോ ആളുകൾ കാര്യങ്ങൾ? മാധവിക്കുട്ടി എന്തെങ്കിലും പോലീസ് കേസോ അല്ലെങ്കിൽ ഏതെങ്കിലും പങ്കാളി വന്നിട്ട് അവർക്ക് ഏറെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് വെറുതെ എടുത്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. പിന്നെ ഇലക്ഷനിൽ ജയിക്കും എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം, ഇലക്ഷൻ വേറൊരു കാര്യമാണ്. ഇദ്ദേഹത്തിനെതിരെ ഇതിലും വലിയ കുഴപ്പങ്ങളുണ്ടായിട്ടാണ് ഇലക്ഷൻ അദ്ദേഹം ജയിച്ചു വന്നത്. അപ്പോൾ അതിനകത്തൊന്നും പറയാനില്ല. പക്ഷേ ഇതിനകത്തുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ, പ്രത്യേകിച്ചും വളരെ മുതിർന്ന ആളുകൾ, പ്രായമുള്ള ആളുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ മനുഷ്യരും പൊതുസമൂഹം അവരിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് ഈ ഒരാൾക്കൊരാളോട്, അത് VD സതീശൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, വ്യക്തിപരമായിട്ടുള്ള വിഷയമാണെങ്കിൽ അങ്ങനെ, വ്യക്തിപരമായിട്ടുള്ള വിഷയമാണെങ്കിൽ അദ്ദേഹത്തിന് 5000 പ്രേമമുണ്ടെങ്കിൽ അത് അദ്ദേഹം മാനേജ് ചെയ്യുക. 5000 ഒക്കെ മാനേജ് ചെയ്യാൻ എങ്ങനെയാണ് പറ്റുമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്നല്ലാതെ അത് വ്യക്തിപരമായിട്ടിരിക്കുന്നിടത്തോളം ആരുടെയും കേസല്ല. പക്ഷേ ഇത് പോലീസിൽ ചെന്ന് പരാതി കൊടുക്കുന്നു, അവിടെ ഇദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് ചെന്നിട്ട് കുഴപ്പമുണ്ടാക്കുന്നു, അതൊക്കെ വലിയ കുഴപ്പങ്ങളാണ്. അതിൻ്റെ വിശദീകരണമായിട്ട് വന്ന് ഈ വർത്തമാനം പറയുന്നത് ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ, നമ്മുടെ കുട്ടികളൊക്കെ അടക്കമുള്ളൊരു സമൂഹത്തിൽ മനുഷ്യർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണല്ലോ ഈ
ഇതിപ്പോൾ ആൺ പെൺ ബന്ധങ്ങൾ മാത്രമല്ല, മനുഷ്യർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണല്ലോ. ഇപ്പോൾ രണ്ടുപേർ ഒരു ഹോസ്റ്റലിനകത്ത് താമസിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ തമ്മിലാണെങ്കിൽ തന്നെയും ഒരു പരസ്പര അണ്ടർസ്റ്റാൻഡിംഗ് അല്ലേ മനുഷ്യരുടെ മൊത്തം കാര്യങ്ങൾ പോകുന്നത്. ലോകത്തിലെ ജീവിതം, മനുഷ്യർ തമ്മിലുള്ള ജീവിതം മുഴുവൻ പോകുന്നത് പരസ്പരമുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. ആ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഒരുമാതിരി ഭീഷണിപ്പെടുന്ന പോലെ ഞാനിങ്ങനെ 5000 ആളുകളായിട്ട് പ്രേമത്തിലാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു തരം ശരിയല്ലാത്തൊരു വർത്തമാനമാണ്. അങ്ങനെയല്ല ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഇത്രയും മുതിർന്ന വളരെ പ്രായക്കൂടുതലുള്ള ഗണേഷ് കുമാറിന് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് വളരെ കഷ്ടമാണ് എന്നേ പറയേണ്ടതുള്ളൂ. ഇതിനകത്ത് ഒരു പ്രശ്നമുള്ളത് 5000 ആളുകളെ പ്രേമിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പമെന്ന് വെച്ചാൽ പിന്നെ എല്ലാവരും ഇപ്പം എല്ലാ ആളുകൾക്കും ഇയാൾ മറ്റൊരാളെയും കൂടെ പ്രേമിക്കുന്ന ആളാണെന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി കൊള്ളണമെന്നില്ല. അത് ഇദ്ദേഹം മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഒരു തരത്തിൽ അഗ്രിമെൻറ്റിൽ, വിവാഹം എന്നുള്ള അഗ്രിമെൻറ്റിൽ അവരുമായിട്ട് എത്തിച്ചേർന്ന് നിൽക്കുമ്പോൾ അതിനകത്ത് മറ്റൊരു ബന്ധം വരുന്നു എന്നുള്ളത് അതിനൊരു ക്ലോഷർ ഉണ്ടാക്കിയതിന് ശേഷം വേണം പോകാൻ. അല്ല, ഇങ്ങനെയൊക്കെയല്ല അതിൻ്റെ പൊതു രീതികൾ. അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എന്ന് വെച്ചാൽ ഇപ്പം ഇവരൊക്കെ അഭിനയിച്ച സിനിമയിലൊക്കെ കാണുന്ന പോലെയാണെങ്കിൽ ഇത് പരസ്പരം അറിയാതെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കണം. ഇത് പക്ഷേ ഇങ്ങനെ പരാതിയായിട്ട് വന്ന് അവരെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു, അവരുടെ ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു എന്നതൊക്കെ അങ്ങേയറ്റം ശരിയല്ലാത്തൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വിവരങ്ങളൊക്കെ വന്നാൽ മാത്രമേ നമുക്കതിന് രാഷ്ട്രീയ പ്രശ്നമായിട്ട് കൂടുതലായിട്ട് വിശാലമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എനിക്ക് ആകപ്പാടെ ഉറപ്പിച്ച് പറയാവുന്നൊരു കാര്യം ഈ ചങ്ങാതിയുടെ പ്രതികരണമാണ്. അതായത് നമ്മളിപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു അഴിമതി ആരോപണം വരുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ഇദ്ദേഹത്തിൻ്റെ പിതാവിനെതിരെ അഴിമതി ആരോപണം വരിക, അദ്ദേഹം ജയിലിൽ കിടക്കുകയും ചെയ്തതാണ് ബാലകൃഷ്ണപിള്ള. സംസ്ഥാനത്ത് അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് അദ്ദേഹമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിനെതിരെ അഴിമതി കേസിൽ ഇപ്പുറത്ത് നിന്ന ആളാരാണ്? BS അച്യുതാനന്ദനാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണെങ്കിലും ഒരാളൊരു അഴിമതി കേസിൽപ്പെട്ടൊരു ആരോപണം വന്നാൽ ആ ആരോപണം വന്ന ആൾക്കെതിരെ, ഇപ്പോൾ എനിക്കെതിരെ അഴിമതി ആരോപണം വരികയാണെങ്കിൽ പിന്നെ എന്നെ വിമർശിക്കാൻ വരിക അഴിമതിയുടെ കറയില്ലാത്തൊരു നേതാവ് വരിക, അല്ലേ? ശ്യാമിലിയാണ് അഴിമതിയുടെ കറയില്ലാത്തൊരു നേതാവെങ്കിൽ വരിക, ശ്യാമിലി വന്ന് എനിക്ക് ഇയാൾ ചെയ്തത് ശരിയായില്ല, ഇയാളിങ്ങനെ അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് പറയും. BS അച്യുതാനന്ദൻ വന്നിട്ട് BS അച്യുതാനന്ദൻ ആർക്കും സംശയമില്ല, അയാൾ അഴിമതി ചെയ്യാത്ത ഒരാളായതുകൊണ്ട് BS അച്യുതാനന്ദൻ വന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ബാലകൃഷ്ണപിള്ള നടത്തിയ അഴിമതിക്കെതിരെ വർത്തമാനം പറയാനും കേസ് നടത്തിക്കാനൊക്കെ പറ്റി. പക്ഷേ ഇവിടെ എന്താ കോമഡി എന്നറിയാം? അതായത് ഒരു പ്രശ്നമുണ്ടായാൽ സമൂഹത്തിൽ ഒരാളൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ അയാൾക്ക് ആ പ്രശ്നമില്ലാത്ത ഒരാളാണ് വന്നിട്ട് ഇതിനെ എതിർക്കേണ്ടത്. അതല്ല അയാൾക്കല്ലേ ധാർമ്മിക അവകാശമുള്ളത്. ഇതിപ്പോൾ നമ്മളെന്താ കാണുന്നത്? ഇയാളുടെ വീട്ടിലൊരു പ്രശ്നമുണ്ടായി, ഭാര്യ ഒരു കുഴപ്പമുണ്ടാക്കി. അപ്പോൾ അയാളെ ചീത്ത വിളിക്കാൻ വരുന്ന ആളാണെന്നറിയോ? 3 ബലാത്സംഗ കേസിൽപ്പെട്ട പ്രതിയായ ഒരാൾ. 3 ബലാത്സംഗ കേസ്. അത് എമ്മാതിരി ബലാത്സംഗ കേസാണ്. അവരുടെ മൊഴികളൊക്കെ വന്നതാണല്ലോ. അതായത് തല്ലി, ഇടിച്ചു, മുറിവേൽപ്പിച്ചു, തുപ്പി, ഇങ്ങനെ ഏതെങ്കിലും മനുഷ്യർ ചെയ്തു എന്ന് സമീപകാലത്തൊന്നും കേട്ടിട്ടില്ലാത്തൊരു കാര്യം ചെയ്ത അങ്ങേയറ്റം അങ്ങേയറ്റം കുഴപ്പക്കാരനായിട്ടുള്ള ഒരു ചങ്ങാതി വന്നിട്ട് പറയാണ് ഇങ്ങനെ ഇയാളെ, അതായത് അമേദ്യ ജലാശയത്തിൽ നീന്തുന്ന ഒരാളെ കരക്കുള്ള ഒരാളെ കേട്ട് നിങ്ങളുടെ തലയിൽ ഇതാ കാക്ക തൂറിയിരിക്കുന്നു, കാക്ക കാഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലത്തെ ഒരു വർത്തമാനമായി പോയി ഈ ചങ്ങാതിയുടെ ഈ വർത്തമാനം. അതായത് അയാൾ ചാടി വന്നിട്ട് ചറവറ ഫേസ്ബുക്ക് പോസ്റ്റാണ്, ചറവറ വന്നിട്ട് ഗണേഷ് കുമാറിനെ വിമർശിക്കുകയാണ്. അയാൾക്ക് ഗണേഷ് കുമാറിനെ വിമർശിക്കാൻ എന്താണ് അർഹത എന്നാൾ വിചാരിക്കണ്ടേ? ഒരു അഴിമതി കേസിൽ ആരോപണത്തിൽ വരുന്ന ഒരാളെ, അഴിമതി രഹിതനായിട്ടുള്ള ഒരാളല്ലേ വന്ന് വിമർശിക്കാൻ അയാൾക്ക് അവകാശമുള്ളത്, അല്ലേ? അപ്പോൾ ഈ കുഴപ്പത്തിൽ ഇതിൻ്റെ 10 ഇരട്ടി വലുപ്പമുള്ളൊരു കുഴപ്പത്തിൽപ്പെട്ട ഒരാൾ വന്നിട്ട് സമൂഹത്തിന് മുമ്പിൽ ഒരു ഗീർവാണ പ്രസംഗം നടത്തുകയാണ്. എനിക്ക് ഗണേഷ് കുമാറിൻ്റെ വിഷയത്തിൽ കുറേ കൂടെ വിശദാംശങ്ങളൊക്കെ വന്നാൽ മാത്രമേ അതിനൊരു ഖണ്ഡിതമായിട്ടൊരു അഭിപ്രായം അയാളെ തള്ളിക്കളയാനും അയാൾ എന്താ പറയേണ്ടതെന്നൊക്കെ ഒരു പൂർണ്ണ ധാരണ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള അഭിപ്രായമുള്ള ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ പക്ഷേ എനിക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു എന്താണ് പറയുക, ഈ മറ്റേ ഒരു തെയ്യാട്ടം കാണുമ്പോൾ ഇയാൾ ഈ ചെയ്യുന്നത് ശരിയല്ല. ഇയാളിത് പറയാൻ ഒട്ടും അർഹനേ അല്ല. അയാളുടെ കേസ് കോടതി കിടക്കുക. അത് 1 അല്ല 3 ബലാത്സംഗ കേസ്. 3 ബലാത്സംഗ കേസുള്ളവനാണ് ഒരു ഫാമിലി പ്രശ്നമുള്ളവനെ വന്നിട്ട് ചീത്ത വിളിക്കുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് ആലോചിക്കും. എന്നിട്ട് അത് ഈ മാധ്യമങ്ങളെല്ലാം കൂടെ ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ പ്രതികരണത്തിന് എന്ത് റെലവൻസാണ് ഇവിടെ ഉള്ളത്? ഒരു റെലവൻസും ഇല്ല. അയാൾക്ക് ഇപ്പോൾ VD സതീശനും രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷത്തിലെ ജെബി മേത്തറും ഒക്കെ വന്നിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അത് ഇവിടെ ആവശ്യമുള്ളതാണ്. ഇയാൾ ആരാണ്? ഇയാൾക്ക് എന്ത് അവകാശമാണ് ഇത് പറയാനുള്ളത്? 3 കേസ്, അതും അങ്ങേറ്റ അഗ്രസീവായുള്ള അങ്ങേറ്റ കുഴപ്പം പിടിച്ച കേസ് ഈ പറയുന്ന കോടതിയിൽ കിടക്കുകയാണ്. 3 ആളുകൾ, പെൺകുട്ടികൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഇമാതിരി വലിയ ക്രൂരകൃത്യം ചെയ്ത ഈ 3 പെൺകുട്ടികൾ TV-യിൽ ഇരുന്നിട്ട് ഇയാൾ വർത്തമാനം പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ മറ്റേ ഉപദേശിക്കുകയാണ്. നാണം വന്നത് 7 അയലത്തൂടെ പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ ശ്യാമിലിക്ക് മൊത്തം തോന്നുന്നത്? തനിഷ്, മന്ത്രി KB ഗണേഷ് കുമാറിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗണേഷിനെ കൊണ്ട് ഇത്തരത്തിലൊക്കെ പറയിപ്പിക്കുന്നത് അവിടെ ഒരു പവർ വർക്ക് ചെയ്യുന്നു എന്നാണ് എനിക്ക് പ്രാഥമികമായി തോന്നുന്നത്. അദ്ദേഹത്തിന് ആ ഒരു പവറുണ്ട്. അല്ലാതെ അദ്ദേഹം ഇത്തരമൊരു ആരോപണം നേരിട്ട ഉടൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരാതി അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കുണ്ട് എന്ന് മനസ്സിലായ ഉടൻ വന്നിട്ട് ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ നിന്ന് അതിനെ പാടെ തള്ളിക്കളഞ്ഞ് എൻ്റെ ശത്രു എൻ്റെ വീട്ടിൽ തന്നെയാണ്, എനിക്കെതിരെ ഇങ്ങനെയുള്ള ഒരു ആരോപണം എന്നുള്ളത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഈ നിലയ്ക്കൊക്കെ സംസാരിക്കണം, പ്രണയം 5000-ഓളം പ്രണയങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നതിൽ അവിടെ അദ്ദേഹത്തിലൊരു പവർ ഫീൽ ചെയ്യുകയും ഒരു പവർ വർക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉള്ളതാണ്. അതൊരു ആ ലേഡി അവരൊരു സബ്മിസീവായി കാണുകയോ അല്ലെങ്കിൽ അവഗണിക്കപ്പെടേണ്ട ഒരാളെന്ന നിലയ്ക്ക് പരിഗണിക്കുകയോ ചെയ്യുന്നത് ഉള്ളതാണ്. ഒരു കാലത്ത് സ്വാഭാവികമായും ഈ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീയെയും അദ്ദേഹം പ്രണയിച്ചിരുന്ന് കാണുമല്ലോ, തീർച്ചയായും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരമൊരു പരിഗണനയെങ്കിലും
അതിൽ കൊടുക്കേണ്ടത്. സ്വാഭാവികമായും അവർക്ക് അത്തരമൊരു വികാരത്തിലായിരിക്കും അങ്ങനെ ഒരു കാഴ്ച അവിടെ കാണുമ്പോൾ ഈ ഘട്ടത്തിലെങ്കിലും അടുപ്പമുള്ള ഒരാളോട് പറയേണ്ടി വരിക. അത് ആർ ശ്രീലേഖയോടായിപ്പോയി എന്നുള്ളതായിരിക്കും അതിലെ വേറൊരു കാര്യം. കാരണം അവരൊരു നിലവിലൊരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരൊരു മറ്റൊരു ഓൺലൈനിലോ മറ്റോ ആണ് ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നുണ്ട് ഈ സംസ്ഥാനത്ത് എന്നുള്ളത്. അതാണ് ഇതിൻ്റെ ഒരു തുടക്കം. എങ്കിൽ പോലും ഒരു സ്ത്രീ ഇവിടെ നിൽക്കുകയാണ്. അവർക്കൊരു വലിയൊരു അനീതി എന്തോ അവർക്കത് നേരിട്ടു എന്നുള്ളത്. അത് മുൻകാലങ്ങളിൽ ഈ മന്ത്രിയുമായിട്ടുള്ള ഗണേഷുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പുറത്ത് അവർക്ക് തോന്നുന്ന ഒരു അനീതിയാണത്. അപ്പോൾ അതിൽ ഗണേഷിന് അത് ചെവിക്കൊള്ളാതിരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് തീർച്ചയായും അവിടെ ഒരു പവർ വർക്ക് ചെയ്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിൽ തന്നെയും ചിലപ്പോൾ ഒരു സിനിമയിലും ഗണേഷ് ഇത്രയും കാലം അഭിനയിച്ച ഒരു സിനിമയിൽ പോലും ഗണേഷിന് ഇത്രയധികം ഹീറോയിക് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ള ഒരു അവസരം പോലും കിട്ടിയിട്ടില്ല. അത് അദ്ദേഹം ജീവിതത്തിൽ നടപ്പാക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഇത് പറയിക്കാൻ ഇടയാക്കുന്ന ഒരു കാര്യം എന്നുള്ളത് നിയമപരമായി ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇത് നിലനിൽക്കില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടാവാം അദ്ദേഹത്തിന് ഇത്രയധികം തറപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇത് പാടെ അവഗണിച്ചുകൊണ്ട് മറ്റുള്ളവരെ പ്രണയമില്ലാത്തവർ പൊട്ടന്മാർ എന്ന നിലയ്ക്കൊക്കെ സംസാരിക്കാൻ പറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെയൊക്കെ പറയാൻ. അതെ അതെ, അത് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. കാരണം ആ വിഷയത്തെ അത്രയധികം ലൈറ്റാക്കി അതൊരു കുടുംബകലഹം മാത്രമാണ് എന്ന നിലയിലേക്ക് അതിനെ എത്തിക്കുക എന്നുള്ളതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യയിൽ ഇതൊക്കെ ഇത്തരം ആരോപണങ്ങളൊക്കെ സാധാരണ ഒരു കുടുംബ കോടതിയിലേക്കാണ് സാധാരണഗതിയിൽ പോവുക. കാരണം അതൊക്കെ ഒരു ഡിവോഴ്സിൻ്റെ പരിധിയിൽ മാത്രം വരുന്ന ഒരു സംഭവമായിട്ടാണ് നിലവിൽ നമ്മളതിനെ നമുക്ക് തന്നെ നിയമവശങ്ങളിലൂടെ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യം. കാരണം ഇന്ത്യയിൽ പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹേതര ബന്ധങ്ങളൊക്കെ നിലവിൽ അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹം ഈ പരാതി ഈ ബിന്ദു എന്ന സ്ത്രീ പറഞ്ഞ ഗണത്തിലാണെങ്കിൽ അതൊരു അഡൾട്ടറി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ്. അത് നിലവിൽ ഇന്ത്യയിൽ അംഗീകരിക്കപ്പെട്ട കാര്യം തന്നെയാണ്. അതൊന്നും ഒരു ക്രിമിനൽ കുറ്റമായിട്ടൊന്നും എവിടെയും പറയുന്നില്ല. അപ്പോൾ ഗണേഷിനെ കൊണ്ടും അത്തരം ആലോചനകൾ തന്നെയായിരിക്കാം ഈ തരത്തിലുള്ളൊരു പ്രതിരോധത്തിന് അദ്ദേഹത്തെ നിർബന്ധിതനാക്കിയിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ അത്രയധികം കോൺഫിഡൻസ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ തന്നെ റിപ്പോർട്ടറോട് ആ സ്ത്രീ സംസാരിച്ചതനുസരിച്ച് അവിടെ ഒരു റേപ്പ് സംഭവിച്ചിട്ടില്ല, മറ്റെന്തെങ്കിലും കയ്യേറ്റം സംഭവിച്ചിട്ടില്ല. പക്ഷേ ഫോൺ പിടിച്ചു വാങ്ങി എന്നുള്ളൊരു കാര്യമുണ്ട്. അതെ, പിന്നെ ഈ പറയുന്നത് ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു എന്നുണ്ട്. അപ്പോഴും അതൊന്നും ഈ പറയുന്നത് പോലെ ഒരു ക്രിമിനൽ കുറ്റത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യമൊന്നുമല്ല. അപ്പോൾ ഗണേഷിനെ സംബന്ധിച്ച് ഇതൊക്കെ ആയിരിക്കും അദ്ദേഹത്തിന് സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു കാര്യം. പക്ഷേ അദ്ദേഹം ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരു പൊതുസമൂഹം ഇതിവിടെ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു 2.5 വർഷത്തിലൊരു മന്ത്രിയായിട്ട് അദ്ദേഹത്തിന് ആകാവുന്ന രീതിയിലോ അത്രയധികം മികച്ച രീതിയിൽ ഒരു സിസ്റ്റത്തെ അദ്ദേഹം ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അത് KSRTCയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന് അത്രയധികം മതിപ്പുണ്ട് ഈ സമൂഹത്തിൽ. അപ്പോൾ നിലവിലുള്ള ഈ ഒരു തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ അദ്ദേഹം കുറച്ചുകൂടി അതിലൊരു ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു ഇത്തരം കാര്യങ്ങളിൽ. കാരണം അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്, ഒരു പൊതുമധ്യത്തിൽ നിൽക്കുന്ന ഒരാളാണ്. ഒരു രാഷ്ട്രീയ ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരാൾക്ക് തീർച്ചയായും അത്തരത്തിലുള്ളൊരു ധാർമ്മികത കീപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസിൽ തന്നെ പലതവണ പറഞ്ഞു വെച്ചൊരു കാര്യമാണ്, പലതവണ ഒരു സമൂഹം ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിനും അത്തരത്തിലുള്ളൊരു ബോധ്യം ഉണ്ടാവണമായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അതിൽ അദ്ദേഹം ഭയങ്കര ചൈൽഡിഷ് ആയിട്ടാണ് ഈ കാര്യത്തിൽ ബിഹേവ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പരിമിതമായപ്പെട്ട ഒരു വിമർശനം എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്നത്. അത്ര ചൈൽഡിഷാണ് അദ്ദേഹം ബിഹേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രണയിക്കുന്നത് ധാർമ്മികാവകാശമാണ് എന്നൊക്കെ പറയുന്നത് ശരിയാണ്, പ്രണയിക്കുന്നത് ധാർമ്മികാവകാശം തന്നെയാണ് എല്ലാവർക്കും. പക്ഷേ അത് മറ്റാരെങ്കിലും മുറിവേൽപ്പിച്ചുകൊണ്ടായിരിക്കണമോ എന്നുള്ളതാണ് അതിലെ ഒരു ചോദ്യം. അപ്പോൾ ഗണേശന് ഈ കാര്യം കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹത്തിന് ഒരു തെറ്റു പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിൽ തന്നെ നിയമപരമായി അതിലൊരു തെറ്റില്ലെങ്കിൽ പോലും ധാർമ്മികമായി ഇവിടെ ഒരു സമൂഹം അതിനെ കാണുന്നുണ്ട്, അവരതിനെ സമീപിക്കുന്നുണ്ട് ആ വിഷയത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന് അത് എത്രയും പെട്ടെന്ന് തിരുത്താനാവണം എന്ന് തന്നെയാണ് പറയുന്നത്. കുറഞ്ഞ പക്ഷം അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ അല്പം ബാലിശമായി കടന്നുപോയി എന്നെങ്കിലും അദ്ദേഹം പറയണം. എന്നിട്ട് അവധാനതയോടെ കേൾക്കണം. സ്വന്തം വീട്ടിലുള്ള ആളെ കേട്ടില്ലെങ്കിൽ പിന്നെ ആരെ കേൾക്കും? അതിലിപ്പോൾ അവർ തമ്മിൽ അകന്നു നിൽക്കുകയായിരിക്കാം, അങ്ങനെയായിരിക്കാം. നേരത്തെ തന്നെ സനീഷ് പറഞ്ഞതുപോലെ ഒരു 2 വ്യക്തികൾ തമ്മിൽ ഒരു ക്ലോഷറൊക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായും ഞാൻ എൻ്റെ വഴിക്കും നിങ്ങൾ നിങ്ങളുടെ വഴിക്കും നീങ്ങുക എന്ന് പറയുന്നത്. അപ്പോൾ പോലും അതിലൊരു മര്യാദ കൊടുക്കണം ഓപ്പോസിറ്റുള്ള ഒരാൾക്ക്. ഒരു ബന്ധത്തിൽ മര്യാദ വളരെ അത്യാവശ്യമാണ്. പരസ്പര ബഹുമാനവും വേണം. അത് ഒരുമിച്ച് താമസിക്കുമ്പോഴും വേണം, പിരിഞ്ഞു പോകുമ്പോഴും വേണം. അങ്ങനെയെങ്കിൽ മാത്രമേ അതിലൊരു മാതൃകയാക്കാനെങ്കിലും പറ്റുള്ളൂ. ഇത്തരം ആളുകളെയൊക്കെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്ന ഒരാളല്ലേ, അതല്ല അദ്ദേഹമൊക്കെ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് നമ്മുടെ അടക്കമുള്ള ചില ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു മാതൃകയായി ഇരിക്കുകയോ അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ചില ആളുകളെങ്കിലും വഴി നടത്തുകയോ വഴികാട്ടുകയോ വേണ്ട ഒരാളുകളാണ്. ഒരു 10 പേർ ഗണേഷ് കുമാർ നടന്നു പോകുമ്പോൾ പിന്നാലെ പോയില്ലേ?
സനീഷെ? അതല്ലേ ഒരു ലീഡർ എന്ന് പറയുന്നത്, നയിക്കുന്ന ഒരാളുടെ അയാളുടെ ധാർമ്മിക മൂല്യം ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂല്യച്യുതിയല്ലേ അത് അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പോലും, അദ്ദേഹം നിൽക്കുന്ന മുന്നണിക്ക് പോലും അത് ബുദ്ധിമുട്ടാണ്. ഇന്ന് തന്നെ മുഖ്യമന്ത്രി കപ്പെടുത്തിട്ട് ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്നുള്ള ഇതിട്ടിട്ട് ആളുകൾ ട്രോൾ ചെയ്തു തുടങ്ങി. പക്ഷേ ഇത് രണ്ടും തുലനം ചെയ്യാൻ പോലും പറ്റാത്ത, സമീകരിക്കാൻ പോലും പറ്റാത്തൊരു രണ്ട് വിഷയങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയവും ഈ വിഷയം. സനീഷ് വിശദമായി തന്നെ ആ കാര്യത്തെ പറഞ്ഞു, അതിലൊന്നും തർക്കമില്ല. പക്ഷേ എങ്കിൽ പോലും ആ തരത്തിൽ കൂടി മുഖ്യമന്ത്രിയെ അടക്കം ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവന്ന് ആളുകൾ ഇവിടെ ഇതിനെ ചോദ്യം ചെയ്യുന്ന ഒരു നിലയുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ, കേരള സമൂഹത്തിൽ ഇദ്ദേഹത്തെ പോലെ ഉത്തരവാദിത്തപ്പെട്ട, ജനാധിപത്യ രീതികളെപ്പറ്റി ബോധ്യമുള്ള, സ്വന്തം വീട്ടിലെങ്കിലും അത്യാവശ്യം ആ ജനാധിപത്യ ബോധ്യം അത്രയധികം കണ്ട് നടപ്പാക്കേണ്ട ഒരാൾ അതിന് മുതിരുന്നില്ല എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അദ്ദേഹം അത് തിരുത്താൻ തയ്യാറാകണം. അതെ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിലാണ് മന്ത്രി ഗണേഷ് കുമാറിനെതിരെയുള്ള ഈ ആരോപണം വരുന്നത്. വ്യക്തിപരമായ കുടുംബത്തർക്കം എന്ന നിലയിലാണ് ഈ വിഷയത്തെ പ്രാഥമികമായി കാണേണ്ടത്. ഗാർഹിക പീഡനം എന്ന പരാതി ഗണേഷ് കുമാറിന്റെ ഭാര്യ ഉന്നയിക്കാത്തിടത്തോളം ഇതിൽ പോലീസിനും നിയമത്തിനും ഒന്നും ഒരു കാര്യവുമില്ല. ഗണേഷ് കുമാറിന്റെ സഹായികൾ ബിന്ദു മേനോനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്യന്തം ഗൗരവപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒരു പരാതി ന്യൂസ് മലയാളത്തോട് സംസാരിച്ചപ്പോൾ അവർ ഉന്നയിച്ചിട്ടില്ല. പരാതിയൊന്നും നൽകാൻ അവർ നിലവിൽ തയ്യാറുമല്ല. രാഷ്ട്രീയക്കാർ പാലിക്കണമെന്ന് സമൂഹം നിഷ്കർഷിക്കുന്ന സാമൂഹിക സദാചാരണമാണ് മാനദണ്ഡമെങ്കിൽ അത് വേറെ കാര്യം. അതിങ്ങനെ ഒരു ഫോറത്തിൽ ചർച്ച ചെയ്ത് തീരുമാനത്തിൽ എത്താവുന്ന വിഷയവുമല്ല. അങ്ങേയറ്റം സ്വകാര്യമായ വിഷയമാണെങ്കിൽ കൂടി, നിയമപരമായി ഒരു ക്രിമിനൽ കേസും വരാൻ സാധ്യതയില്ലാത്ത വിഷയമാണെങ്കിൽ കൂടി ഗണേഷ് കുമാർ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് നൈതികമായ വഞ്ചന കാട്ടിയിട്ടുണ്ട് എന്ന് RDXന് തോന്നുന്നു. വിവാഹ ഉടമ്പടിയുടെ ലംഘനം എന്ന വിധത്തിൽ ഏതായാലും 3 ബലാത്സംഗ കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമൊന്നും ഇതുമായി വിദൂരമായി പോലും ചേർത്ത് വെക്കാൻ കഴിയുന്നതേയല്ല എന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് ഒരിടവേള.